ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്ന് ഒരു ബപ്പം കായ് കിട്ടിങ്ങി. ബപ്പം കായിൻ്റെ ഗുണമൊന്നും നിങ്ങളോട് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ. അങ്ങനെ ബപ്പം കായ് കുറേ ദിവസമായി കറി വെക്കണമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ പിള്ളേർക്ക് ക്രീമീൻ്റെ എല്ലാം കുറച്ച് പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് കറി വെക്കണമെന്ന് വിചാരിക്കുന്ന കുറേ ദിവസമായി. എന്നിട്ട് കറി വെച്ചിട്ട് പിള്ളേരൊന്നും കൂട്ടിയിട്ടില്ല. അങ്ങനെ ഞാൻ കുറച്ച് എടുത്തിട്ട് പകുതി എല്ലാം മുറിച്ചിട്ട് അതിനെ കറി വെക്കാൻ വിചാരിച്ച്. കറി ഒരു വറവ് പോലെ ആക്കാൻ അങ്ങനെ കുറച്ച് തക്കാളിയും വെളുത്തുള്ളിയും കടുക് പൊട്ടിച്ചിട്ട് ഇതിനെ മുറിച്ചിട്ടിട്ട് കുറച്ച് മുളക് പൊടിയിൽ വെച്ചത്, കുറച്ച് മുളക് പൊടി ഇട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വെള്ളം കൂട്ടിയിട്ട് കുറച്ച് വേകാൻ വെച്ച്. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ വെന്തിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ അതിന് വലിയ ഒടിഞ്ഞിട്ടൊന്നും പോകുന്നില്ല, എന്തെന്നറിയില്ല, ഇതെന്തോ മൂത്തിട്ടാന്ന് തോന്നുന്നു. അങ്ങനെ കുറച്ച് തേങ്ങാവും ചെരുകിയിട്ടിട്ട് അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ പിന്നെ എന്താക്കുന്നത്, നമുക്ക് വേറൊരു ചാറ് കറിയും വേണ്ടേ. അങ്ങനെ കുറച്ച് കോഴി ഉണ്ടായി, അതിനെ മസാല ആക്കിയിട്ട് മസാലയെല്ലാം തേച്ച് വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അതിനെ ഫ്രൈ ആക്കിയ എണ്ണയിൽ ഞാൻ അങ്ങനെയല്ല കറി വെക്കുന്നത്. എനിക്ക് വീഡിയോ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കറിയുമല്ലോ എങ്ങനെ ഞാൻ ചിക്കൻ കറി വെക്കുന്നത്. അങ്ങനെ അതെല്ലാം ഫ്രൈ ആക്കിയിട്ടായിട്ട് ചെറിയ തീയിൽ വെക്കണം അടുപ്പിൽ. അപ്പോൾ അതിങ്ങനെ വെള്ളമെല്ലാം ഇറങ്ങിയിട്ട് വരും. അതിലേക്ക് നമ്മൾ ഉള്ളിയും തക്കാളിയും എല്ലാം മുറിച്ചതെല്ലാം ഇടാം. അമ്മ ഇന്ന് മണ്ണിൻ്റെ ചട്ടിയിലാണ് കോഴിക്കറി വെച്ചിന്, നോക്കാം അമ്മയ്ക്ക് അങ്ങനെ ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ഉള്ളിയും തക്കാളിയെല്ലാം ഇട്ടിട്ട് ചെറിയ തീയിൽ തന്നെ വേകാൻ വെക്കണം. ഇപ്പോഴും ചിക്കൻ കറി വെക്കുമ്പോൾ സമാധാനത്തിൽ തന്നെ ചെറിയ തീയിൽ തന്നെ വെക്കണം. തിരക്കിട്ടിട്ടെല്ലാം വെച്ചെങ്കിൽ അതിനൊന്നും ടേസ്റ്റൊന്നും ഉണ്ടാകുന്നില്ല. അങ്ങനെ കുറച്ച് മുളക് പൊടിയിൽ വറുത്തിട്ട് അതിലേക്ക് ഇട്ടതാണ്. എല്ലാം വെന്തിട്ട് വന്നതിന് കോഴി ഇതെല്ലാം. എന്നിട്ട് അതിന് പാങ്ങെല്ലാം തിളപ്പിച്ച് എന്നിട്ടായിട്ട് നമ്മൾ ചോറ് വയ്ക്കാൻ. ചോറ് വെച്ചിട്ട് ഇത് ചിക്കൻ കറി ഉണ്ടായി, ഈ പപ്പായ കറി ഉണ്ടായി. അതെല്ലാം കൂടിയിട്ട് ഞാനും പിള്ളേരെല്ലാം ചോറ് വെച്ചു ഗൈസ്. അപ്പോൾ ഇന്ന് നല്ല അടിപൊളി ചോറെല്ലാം വേവിച്ചിട്ടായി പിള്ളേർക്കെല്ലാം കൊടുത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്കാക്കാനും ഷെയറാക്കാനും സബ്സ്ക്രൈബ് ആക്കാനും മറക്കരുത്. അപ്പോൾ ഇനി നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.